അത്രയും ചൂടും വെയിലും പൊടിയൊക്കെയാണ്. ഇന്ന് ഞാൻ എൻ്റെ പല്ലിൻ്റെ ക്ലിപ്പ് എടുക്കാൻ പോവുകയാണ് ഗൈസ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒരു ഫ്രീഡം കിട്ടുന്ന ഫീലായിരിക്കും എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല. എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട്. സോ ഫ്രണ്ട്സ്, പറഞ്ഞ പോലെ തന്നെ പല്ലിൻ്റെ ക്ലിപ്പ് എടുക്കാൻ പോവുകയാണ്. സൂപ്പർ എക്സൈറ്റഡ് ആണ്. എന്തായാലും ഒരു ഫ്രീഡം കിട്ടുന്ന ഫീലൊക്കെ ഉണ്ടാവും തന്നെയാണ് ഞാനും വിചാരിക്കുന്നത്. സോ നല്ല ചൂടാണ് പുറത്ത്. നല്ല ചൂടെന്ന് പറഞ്ഞാൽ ഹ്യൂമിഡിറ്റി, ചൂട്, പൊടി എല്ലാതും ഉണ്ട്. അപ്പം നമ്മൾ 2 പേരുണ്ട്, എൻ്റെ ഫ്രണ്ട് ഉണ്ട്. ഞങ്ങൾ 2 പേരും കൂടി ബസ് സ്റ്റോപ്പിൽ വെച്ച് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനിങ്ങനെ ട്രാഫിക്കിൽ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. സോ നമ്മളങ്ങനെ കരാമയിലുള്ള കിങ്സ് ഡെന്റൽ ക്ലിനിക്കിലാണുള്ളത്. ഗൈസ്, ഇന്ന് ക്ലിപ്പ് ഊരെന്ന് പറഞ്ഞ് വന്നതാ. ബട്ട് ഊരിയില്ല. എന്താണെന്ന് വെച്ചാൽ ടൈറ്റ് ചെയ്ത് കിടക്കുന്ന സാധനമല്ലേ, അപ്പം അത് പെട്ടെന്ന് ഊരാൻ പാടില്ലാന്ന്. സോ അവർ ഒന്ന് ലൂസാക്കി തന്നിട്ടുണ്ട്. ഇനിയൊരു 10 days ഇതിൽ എവിടെയൊക്കെ ക്യാമറയ്ക്ക് നോക്കണം, അങ്ങോട്ട് നോക്കണം, ഫുൾ കൺഫ്യൂഷൻ. അപ്പം 10 days കഴിഞ്ഞിട്ട് വന്നിട്ട് ക്ലിപ്പ് ഊരാന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ കുറേ പ്രതീക്ഷയിൽ വന്നതായിരുന്നു. സാരമില്ല, 10 ദിവസമല്ലേ, വെയിറ്റ് ചെയ്യാം. കരാമയിലാണ് ഇതുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞാൽ, ഇവിടെ നാട്ടിൽ നമ്മളിപ്പോൾ ഒരു ക്ലിപ്പ് ഇടുന്നതിൻ്റെ ഇരട്ടി പൈസയാണ് ഇവിടെ ക്ലിപ്പ് ഇടാൻ. നാട്ടിലിപ്പം ഒരു 15,000 മാക്സിമം പോയി ഒരു 20,000-നുള്ളിൽ പരിപാടി തീരുമായിരിക്കും. അത് നമുക്കിങ്ങനെ ഘട്ടമായിട്ട് അടച്ചാലൊക്കെ പോരെ. ഇവിടെ അങ്ങനെയില്ല. ഇവിടെ ഞാൻ ഹാസ്റ്റലിൽ വർക്ക് ചെയ്ത സമയത്ത് ഹാസ്റ്റലിൽ ഒരു എന്താ പറയുക ഡെൻറ്റിസ്റ്റല്ല, ഓർത്തോഡോണ്ടിസ്റ്റ് ആണല്ലോ ഇത് ചെയ്യുന്നത്. അവിടെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് അതായത് നാട്ടിലെ 2 ലക്ഷം അതാണ് പാക്കേജിൽ വരിക. ഒരു പെണ്ണിനെ ക്ലിപ്പിന് ഇപ്പോൾ 2 ലക്ഷം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? പിന്നെ അത്രയ്ക്ക് പൊന്തിയ പല്ലും അല്ലായിരുന്നു. പിന്നെ എൻ്റെ ഒരു ഇത് കാരണം എനിക്ക് നിർബന്ധമായിരുന്നു ഒന്ന് ഇട്ടേക്കാന്ന്. ഈ 2 അല്ല കുറച്ച് പൊന്തിയ പോലെ തോന്നിയായിരുന്നു. എല്ലാവരും എന്നോട് പറഞ്ഞു എനിക്ക് അഹങ്കാരമാണൊക്കെ. പക്ഷെ തോന്നി അങ്ങ് ഇട്ടു. പക്ഷെ അത് എന്താ പറയുക, 2 ലക്ഷം എന്നാണെങ്കിൽ ഞാനതങ്ങ് ഉപേക്ഷിക്കുമായിരുന്നു. പിന്നെ പല്ല് പറിക്കണം, അങ്ങനെ പല്ലും പറിക്കണ്ട. പിന്നെ ഒരു ആഡ് കണ്ട് ഇവിടെ കരാമ ഉള്ള മീൻസ് കിങ്സിൽ കുറച്ചൊരു കുറവുണ്ട്. അതായത് ഇപ്പം നമുക്ക് മൊത്തത്തിൽ എത്ര വരും എന്ന് വെച്ചാൽ പറയില്ല, 1 വർഷം എന്തായാലും ക്ലിപ്പ് ഇടേണ്ടി വരും. പല്ലിന് ഒരു 12 months എന്നാണ് അവർ പറയുന്നത്. അപ്പം ഇടാൻ വേണ്ടിയിട്ട് 300, 2 സൈഡിൽ ഇടാൻ വേണ്ടി 300. പിന്നെ ഓരോ മാസം ടൈറ്റ് ചെയ്യണമല്ലോ, അതിനൊരു 150 ദിർഹംസും അങ്ങനെ. അപ്പോൾ എന്നാലും ഓക്കെ, മറ്റേതിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ എത്രയോ കുറവാണ്. അപ്പോൾ എന്താ പറയുക, ഇവിടെ തന്നെ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ വന്നിട്ടാണ് ഡോക്ടർ ജിത്തിനായിരുന്നു ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അടിപൊളി ഡോക്ടറാണ്, വെരി ഫ്രണ്ട്ലി. പിന്നെ എല്ലാവരും അതെ, നല്ല സർവീസാണ് കേട്ടോ ഇവിടുത്തെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാനങ്ങനെ ഇട്ട് ഏകദേശം ആയപ്പോഴാണ് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫ്രണ്ട് പുള്ളിക്കാരത്തിക്കും അങ്ങനെ പല്ലിന് കുറച്ച് ഈ ഇവിടെയുള്ള പല്ല് കുറച്ച് പൊങ്ങിയതൊക്കെയായിരുന്നു. അപ്പം അവരിട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് 1 വർഷം ഉണ്ടാവും, 3 മാസമായിട്ടുള്ളൂ. എന്തായി ബ്രേസസ് മേറ്റ്സ് ആണ് എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ ഫ്രണ്ട് ആൾക്ക് ഇന്ന് ടൈറ്റ് ചെയ്ത് എനിക്കൊരു 10 days കൂടി വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് ഞാൻ ഫ്രീ ആവും. അങ്ങനെ നമ്മൾ കിങ്സിലെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മൾ പേയ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നല്ലൊരു ആംബിയൻസ് ആണ്, പറഞ്ഞ പോലെ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഭയങ്കര ഓവർ റഷും ഇല്ല, നമുക്ക് അപ്പോയിൻമെൻറ്റ് ടൈമിന് ഡിലേയും ഇല്ല. അതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിൾ ആയിരുന്നു ഈ 1 വർഷത്തെ എൻ്റെ ക്ലിപ്പ് ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളങ്ങനെ അതിൻ്റെ തന്നെ തൊട്ടടുത്തൊരു വിന്നീസ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു, റെസ്റ്റോറൻറ്റ്. പക്ഷെ ഇതുവരെ ഞാൻ നോട്ട് ചെയ്തിട്ടില്ല, കയറിയിട്ടില്ല. അങ്ങനെ ചേച്ചിയാണ് പറഞ്ഞത് ഇവിടെ അടിപൊളി പപ്സ് കിട്ടുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു നിന്ന് കയറി പപ്സ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇവിടെ നിന്ന് കയറിയായിരുന്നു. ഇടയിൽ വിന്നീസിലെ പപ്സാണ് കേട്ടത്. വിന്നീസിലെ പപ്സ് ഭയങ്കര അടിപൊളിയാന്ന് പറഞ്ഞിട്ട് കയറിയതാ. പറഞ്ഞാളിതാണ്, എന്താ അവസ്ഥ നമുക്ക് നോക്കാം. പല്ലിനെ ക്ലിപ്പ് എടുത്തിട്ട് നമ്മളിങ്ങനെയല്ല ഒന്ന് എൻജോയ് ചെയ്യുന്നുള്ളൂ. ദിസ് നോക്ക്, ദിസ്
എൻ്റെ ആൾക്കാരോട് ഹായ് പറയാം. അധികമൊന്നുമില്ല, ആകെ 51 ആൾക്കാരുണ്ട്. അതെ അതെ, ഒരു തുടക്കമല്ലേ ഇതൊക്കെ അല്ലേ? അതെ അതെ. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ഡിന്നീസിലെ സോഫ്റ്റ് പപ്സ്. ഭയങ്കര സോഫ്റ്റാണ്. ചിക്കനല്ല നമ്മൾ പറഞ്ഞത്, പക്ഷെ എഗ്ഗ് മതിയായിരുന്നു കേട്ടോ. ചേച്ചിക്ക് ചിക്കനാ ഇഷ്ടം? ആ ചിക്കനാണ് എമ്മി എന്ന് പറഞ്ഞത്. എല്ലാം എമ്മയായിരിക്കും, പക്ഷെ നല്ല സോഫ്റ്റാണ്. അങ്ങനെയുണ്ട് സോഫ്റ്റ് പക്ഷെ ഇവിടെ കല്യാണത്തിൽ ഭയങ്കര ക്രിസ്പി ആയിട്ട് നമുക്ക് തിന്നാൻ പറ്റാത്ത രീതിയിലായിരിക്കും. അതുകൊണ്ട് ഇത് ഭയങ്കര സോഫ്റ്റ്. കാരണം അല്ലെങ്കിൽ പപ്സ് കഴിക്കാൻ ഒരു ടാസ്ക്കാണ്. ഇവിടെ ഒക്കെ ആവും ചെയ്യും. നല്ല സോഫ്റ്റ് ആണ്, നല്ല മസാല. എനിക്കെന്നാ കൈ കൊണ്ട് ഇങ്ങനെ ഞാൻ നല്ല ഇഷ്ടമായി. യെസ്, പൊളിയാ. കുഴപ്പമില്ല ചേട്ടാ, നല്ല തന്നെ. എത്ര ഇതിന് പറഞ്ഞേ? 3 2 or 3 അവിടെ എമ്മിയുള്ളേ. ചിക്കൻ്റെ പീസൊക്കെ ഉണ്ടല്ലോ നല്ല. ഒരു പപ്സ് പോയപ്പോൾ 1 മണിക്കൂർ ട്രാവൽ ചെയ്ത് വന്നപ്പോഴത്തേക്കും നമുക്ക് വിശന്നു. അപ്പോൾ പിന്നെ നമ്മൾ അടുത്തുള്ള നെയ്ച്ചോറ് കടയിൽ നിന്ന് ചായയും സ്നാക്സും കൂടി വാങ്ങി അതും കഴിച്ച് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇതവിടെ അവസാനിച്ചിരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ, ബൈ.